ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായിരുന്നട്ടെ ഇന്നത്തെ എന്താണ്, ഇതിപ്പം ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റ് ആണ്. ഈ സീസണിലെ അവസാന മീറ്റ്. അതെ അതെ, ഇനിയും എന്താണ്, ഞാൻ 15-ാം തീയതി തിരിച്ചു പോവുകയാണ്, ട്രിക്കി പോവാണ്. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് കാണാം. 3 ഗായ്സ്, 3 മാസം കഴിഞ്ഞ് കാണാം. അതുവരെ എന്തോ സൈനിങ് ഓഫ്. എന്താന്ന് ചോദിച്ചാ, എനിക്കിപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യാനും എൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പം അതിനൊക്കെ ഒരാൾ കൂടെ ഉള്ള മീൻസ് ആഗ്രഹിക്കില്ലേ, അതുപോലെ ഒരാളാണ്. അതെ അതെ, ഇതിപ്പോ സമയം നല്ല ലേറ്റായി കേട്ടോ, പോവേണ്ട സമയമായി. എന്നിട്ടും ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുവാണ്. കാരണം ഇത്രയും നേരം നമ്മൾ എവിടെയൊക്കെ പോയി, അമ്പൂരിയിൽ പോയി, ഡാമിൽ മുങ്ങിപ്പോയി. പിന്നെ ഡാം മുങ്ങിപ്പോയെടുത്ത് ഞങ്ങള് പൊക്കി, വെള്ളത്തിൽ നിന്ന് പൊക്കി എടുത്തോണ്ട് വരുമായിരുന്നു. അങ്ങനെ ഒരുപാട് എന്നോട് പറയാം, ഞാൻ ചത്തുപോയി. അവിടുത്തെ ഡാമിലെ വെള്ളമൊക്കെ പകുതിയും കുടിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ടെസ്റ്റ്? കൊറേ നേരം എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നായിരുന്നു. എങ്ങനെയാ വെള്ളം അറിയത്തില്ല. പിന്നെ 2 ഐസ്ക്രീം തിന്നപ്പോഴാണ് ശരിയായത്. ആ പേരില് 2-3 ഐസ്ക്രീം ആകത്താക്കിയല്ലേ? ഒരെണ്ണം, ഒരു ഐസ്ക്രീം മാത്രമേ കുടിച്ചോളൂ. ചേട്ടനോ? ഞാനൊരു ഐസ്ക്രീം. ഞാന് അങ്ങനെ. അപ്പൊ എന്താ ചേട്ടൻ എങ്ങനെയാ? ഞാൻ അത് പറഞ്ഞില്ലല്ലോ. വല്ലാത്ത ചുമ, പനിയുടെ ഞാൻ തോന്നുന്നു. ഐസ്ക്രീം തിന്നതിന്റെ ഞാൻ തോന്നുന്നു. പനിയൊന്നുമില്ല, നല്ല തണുപ്പാ. ഓക്കെയാണ്. അവളെൻ്റെ അടുത്ത് ഇങ്ങനെ റീൽ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടം എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വലിയ ഓപ്ഷൻ ഇല്ല. അങ്ങനല്ല ചെയ്ത് അങ്ങനല്ല പറഞ്ഞത്. അങ്ങനല്ല, സ്നേഹം അത് നീ പറയരുത്. അതുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നേ. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ഇതുവരെ ഇങ്ങനത്തെ റീലോ കാര്യങ്ങളോ ഇൻസ്റ്റയിൽ നല്ലൊരു പോസ്റ്റ് പോലും ഇതുവരെ ഞാൻ ഇടാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഇങ്ങനെയായി, ഇങ്ങനെയാക്കി. അപ്പൊ നമ്മൾ ഇഷ്ടമാണെങ്കിൽ ഇല്ല, എന്റെ മറ്റേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നതിന് നീ എന്നെ യൂട്യൂബർ ആക്കി. സംഭവം ഇത് അഭിഷിച്ചേട്ടാ കേക്കണ്ട, കമ്മ്യൂണിസ്റ്റ് ആക്കി. അതെ അതെ അതെ, നമ്മൾ പാർട്ടി സംസാരിക്കാൻ പാടില്ല. ശരി. അപ്പോ വേറൊരു കാര്യം ഇതാണ്. അപ്പോ ഇന്ന് അവസാന മീറ്റിംഗ് ആണ്. ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഇനി ഒരു 60 ദിവസം. സംഭവം നമ്മൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആണ്. അതെ അതെ, ഒന്നാമത് പത്തനംതിട്ട ട്രിവാൻഡ്രമാണ്. അതിന്റെ കൂടെ അതും പോരാഞ്ഞിട്ടാണ് അബുദാബിയിൽ പോയി. സങ്കടമാണ് സത്യത്തിൽ. അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ കോള് പറ്റത്തില്ല. ചേട്ടന്റെ ഫോണില് കാണിച്ചു കൊടുത്തേ, ഫോണിലെ ക്യാമറ കാണിച്ചു ഗൈസ്. കണ്ടോ, ചേട്ടന്റെ ഫോണില് ക്യാമറ ഇല്ലാത്ത ഐഫോൺ കൊണ്ടാണ് നടക്കുന്നത്. കാരണം പറയും. അല്ല, അവിടെ ഞാൻ ഓഫ് ഷോറിലാണ് വർക്ക് ചെയ്യുന്നത്, റിഗിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അവിടെ ക്യാമറ ഫോൺ അലൗഡ് അല്ല. നമുക്ക് വിഷ്വൽസ് ഒന്നും പോയിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റി റീസൺസ്. സോ ക്യാമറ ഉള്ള ഫോൺ അലൗഡ് അല്ല. ഞാനിപ്പം എനിക്ക് വീഡിയോ കോളും ചെയ്യാനോ കാണാനോ പറ്റത്തില്ല. അതെ, 9 വർഷമായി. 9 വർഷം ഫോണിൽ ക്യാമറ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതെ, അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ്, റീല്, ഇൻസ്റ്റ, അതിലൊന്നും ഈ ഒരു സാഹചര്യം. ഇപ്പൊ ഞാൻ 42 ദിവസം ഡ്യൂട്ടി, 21 ദിവസം നാട്ടിൽ വരും. 21 ദിവസത്തേക്ക് ഇനി ക്യാമറ ഫിക്സ് ചെയ്ത് അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ട് ഞാൻ അങ്ങനെ അതിപ്പോ റീസെന്റ് എടുത്ത. പക്ഷെ അതും കയ്യിലുണ്ടെങ്കിൽ കൂടെ എനിക്ക് യൂസ് ചെയ്യാൻ, അതെ, യൂസ് ചെയ്യാൻ ഭയങ്കര ഇതങ്ങ് യൂസ് ടു ആയി. അതുകൊണ്ട് ഇപ്പം പിന്നെ ഇവളുടെ ഈ നിർബന്ധത്തിനാണ് ഈ വീഡിയോ എടുപ്പും ഈ പരിപാടികളൊക്കെ. എന്ത് ചെയ്യാം, ഇനി ഒന്നും ചെയ്യാനില്ല, ചെയ്യുക തന്നെ. അപ്പൊ എന്താണ് പറഞ്ഞേ? അപ്പൊ ചേട്ടനെ എനിക്ക് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതും
ഇനി പോണ സ്ഥലം പോലെ ഇരിക്കും വിളിക്കുന്നത്. അതെ അതെ. ആ ലൊക്കേഷൻ എവിടെയാണ്, റേഞ്ച് ഉള്ളിടത്താണോ സിഗ്നൽ ഉള്ളിടത്താണോ ഒന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ സിഗ്നൽ റേഞ്ച് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാൻ പറ്റൂല 3 മാസം. അതെ അതെ. അന്നേരം നമ്മള് ഒരു ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ അറിയാം എവിടെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജോലി വെച്ചിട്ട് നമുക്കറിയത്തില്ല, നമുക്ക് പെർമനന്റ് ആയിട്ടൊരു സ്ഥലമില്ല. ഞാൻ ഓരോ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഓരോ ലൊക്കേഷൻ ആയിരിക്കും, റിഗ് ഓരോ സ്ഥലത്തായിരിക്കും. ലാസ്റ്റ് ടൈം ഇറാൻ ബോർഡറിലായിരുന്നു. അതിന്റെ കുറച്ച് ഇത് പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു. സൂപ്പർ ആയിരുന്നു. അതിന്റെയൊക്കെ പിന്നെ പറയാം, പിന്നെ ഒരു ദിവസം എല്ലാം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പം ടൈമില്ല. അമ്മയൊക്കെ താഴെ വെയിറ്റ് ചെയ്യുന്നു, വല്ലിച്ചൻ വന്നിട്ടുണ്ട്, എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ പോവാന്ന് പറയാനായിട്ട് വന്നേ. അത് ഞങ്ങൾ പോകാനുള്ള ധൃതിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവള് പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുപ്പിച്ചതാണ്. അമ്മ 2-3 വട്ടം കയറി വന്നിട്ട് പറഞ്ഞു പോടാ പോവാടാ. ഇവള് പറഞ്ഞു വീഡിയോ എടുത്തിട്ട് പോയാ മതി അമ്മ. ഞാനും പറഞ്ഞു ശരി അങ്ങ് എടുക്കും. ഞാൻ അമ്മയുടെ കാല് പിടിക്കണ പോലെ എനിക്ക് വീഡിയോ എടുത്തിട്ടേ പോകാൻ പറ്റും. ഞാൻ പിന്നെ വേറെ ഒന്നും നടക്കും. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഏട്ടാ മിസ് ചെയ്യുവന്നെ? പിന്നെ മിസ് ചെയ്തോ. എത്രയാണ് 3 മാസം? ഈ 3 മാസത്തെ ഒന്ന് വരും. 3 മാസം 1 വർഷം ഒന്നും അല്ലല്ലോ എന്ന് വിചാരിക്കും. ആക്ച്വലി 2 മാസമേ ഉള്ളൂ. എനിക്ക് 42 ദിവസമുള്ള ഡ്യൂട്ടി. ഞാനൊരു 42 ദിവസം ചെയ്ത 21 ദിവസം ലീവ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു 60 ദിവസം 70 എടുത്തിട്ട് 30-35 ദിവസത്തേക്കിന് വരും. അല്ല ഇത്തവണ ഞാൻ കുറച്ച് കൂടുതൽ 90 ദിവസം എടുക്കണം. കാര്യം ഓഗസ്റ്റ് മാസത്തിൽ അനിയത്തിയുടെ മാരേജാണ്. കുറച്ചൊരു 100 എടുത്തിട്ടൊരു 35-40-45 ആ ഒരു റേഞ്ച്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ പോവാണ്. പോയില്ലേ പറ്റൂ. ഞാൻ തിന്നണ്ടായോ? ഞാൻ വേണ്ടായോ? എന്തിനാ പോന്നെ? ഞാൻ തിന്നണ്ടായോ? അന്നേരം പോണം. ഞാൻ വേണോ? ഞാൻ വേണോ? അന്നേരം പോയാ പറ്റും. അയ്യോ. അന്നേരം ശരിയെന്നാ കേട്ടാ. എല്ലാവർക്കും ഒരു 3 മാസം കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. അതായത് ഞാൻ ഇപ്പൊ എടുത്തു വെച്ച കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകളൊക്കെ ഇടാട്ടോ. അതെ. അപ്പൊ എല്ലാവർക്കും See you. എപ്പോഴും നമ്മുടെ തല ഇങ്ങനെ ഇരിക്കണം. അതെ കേട്ടോ? ഓക്കെ. പഠിച്ചു വരുവല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? പഠിച്ചു വരുവല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പേജ് സപ്പോർട്ട് ചെയ്യുക. പേജ് അപ്പോ എന്തുവാ അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയുക. നമ്മൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ സെറ്റാക്കും. ചേട്ടൻ 3 മാസം വന്നിട്ട് സെറ്റാക്കും. അപ്പൊ അത്രയാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ.